അപ്പോൾ ഇത് ഗ്രാഫിക്കൽ മെത്തഡാണ്. ഇത് 2/m അല്ലെങ്കിൽ n/2 മെട്രിക്സിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ അതായത് ഇവിടെ 2 റോയോ 2 കോളമോ വരുന്ന മെട്രിക്സിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഗ്രാഫിക്കൽ മെത്തേഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇങ്ങനെ 2/5 മെട്രിക്സോ 5/2 മെട്രിക്സോ വരുവാണെങ്കിൽ അതിലെ കോളംസോ റോസോ റെഡ്യൂസ് ചെയ്ത് ഇതേപോലെ 2/2 ആക്കുക. എന്നിട്ട് ഈ 2/2 ആക്കിയിട്ട് അതിനെ എന്താണ് മിക്സഡ് സ്ട്രാറ്റജി യൂസ് ചെയ്യും. ഇതിപ്പോൾ 3/5 അങ്ങനെ മെട്രിക്സ് വരുവാണെങ്കിൽ ലൈക്ക് ഇതേപോലെ മെട്രിക്സ് വരുവാണെങ്കിൽ നമ്മൾ ഡോമിനൻസ് യൂസ് ചെയ്ത് ഇത് റെഡ്യൂസ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു രീതി ആക്കണം, 2/m അല്ലെങ്കിൽ m/2 ആ രീതിയിലാക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡോമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് 2/2 കിട്ടി, അതുകൊണ്ടാണ് അവിടുന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഡോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല. പറ്റുമായിരിക്കും, ഞാൻ നോക്കിയിട്ടില്ല. ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതെടുക്കുക. ഒബ്ജക്റ്റീവ് മനസ്സിലായല്ലോ, 2/2 ആക്കുക. അപ്പോൾ ഇത് ഒറ്റയടിക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമേ ഗ്രാഫ് വരയ്ക്കുക. ഇവിടെ 0 to 1 ഒരു വര വരയ്ക്കുക, ഇങ്ങനെ വര വരയ്ക്കുക, ഇവിടെ വര വരയ്ക്കുക. എന്നിട്ട് ഈ വരയിൽ ഈ താഴത്തെ സെല്ലിൽ ഈ താഴത്തെ റോയിലെ സാധനങ്ങളുണ്ടോ അത് ഇവിടെ പ്ലോട്ട് ചെയ്യണം. ഇവിടുത്തെ സാധനങ്ങൾ ഇവിടെ പ്ലോട്ട് ചെയ്യണം. അതായത് 8 ഇവിടെയും 5 എന്ന് പറയുന്നത് -5 ഇവിടെ പ്ലോട്ട് ചെയ്യുക, അത് വരയ്ക്കുക. അതേപോലെ -4 ഇവിടെ പ്ലോട്ട് ചെയ്യുക, 5 അടുത്ത 5ലോട്ട് അത് കണക്ട് ചെയ്യുക. -1 പ്ലോട്ട് ചെയ്യുക, ഇവിടുത്തെ 0ലോട്ട് കണക്ട് ചെയ്യുക, ഇവിടുത്തെ 0. അപ്പോൾ ഈ 1 തന്നെ ഇവിടെ ഈ ഒരു ആക്സിസിനനുസരിച്ച് ഇതാണ് 0, ഈ ആക്സിസിലാണ് ഇത് 1. അപ്പോൾ അതേപോലെ ഇങ്ങനെ എല്ലാം പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഒരു ടൈപ്പാണ് മെട്രിക്സ്. അതുകൊണ്ട് നമ്മൾ എയിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് നമ്മളിവിടെ ഒരു സാധനം എടുത്തില്ലെന്ന്, എയിൻ്റെ മാക്സിമം പ്രോഫിറ്റ്, എയിൻ്റെ സെക്ഷനിൽ മാക്സിമം പ്രോഫിറ്റ് മാക്സിമിൻ ആണ്. അപ്പോൾ മാക്സിമിൻ ആകുമ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ മിനിമം വാല്യൂസ് നമ്മൾ ഈ ഗ്രാഫിൻ്റെ ഈ ഒരു ഔട്ടർ ലെയർ പിന്നെ ഓക്കെ, ഈ ഒരു ഗ്രാഫിൻ്റെ മിനിമം വാല്യൂസ്, അതായത് താഴത്തെ വരയിൽ നിങ്ങൾ തുടങ്ങുക. ഇവിടെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അടുത്ത സെക്ഷനിൽ ഏറ്റവും താഴെയുള്ള വരയിൽ നിന്ന് തുടങ്ങുക. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഏറ്റവും ലോവസ്റ്റ് വരകൾ അത് ചേർത്തൊരു പോളിഗൺ പോലെ ഫോം ചെയ്യും, ഷെയ്ഡ് ചെയ്യും. എന്നിട്ട് ഈ ലോവസ്റ്റ് വരയിലുള്ള എൻഡ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ മാക്സിമിന്നാണ് കണ്ടുപിടിക്കുന്നത്. മിനിമം നമ്മൾ കഴിഞ്ഞ്, ഇനി മാക്സിമം ഈ എൻഡ് പോയിൻറ്റ്സിൽ ഏറ്റവും മാക്സിമം വാല്യൂ, ഏറ്റവും മുകളിലുള്ള എൻഡ് പോയിൻറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എൻഡിൽ കൂടെ ക്രോസ് ചെയ്യുന്ന 2 ലൈനുണ്ട്. ഇത് ഏതൊക്കെയാണ്? B3 എന്ന് പറഞ്ഞാൽ ഈ 3ൻ്റെ ഔട്ട്കം അതിൻ്റെ ലൈൻ, പിന്നെ B1 അതായത് ഈ 1ൻ്റെ ഔട്ട്കം, ഈ 1 എന്ന വരയുടെ വരയാണത്. ഇപ്പോൾ B1ഉം B3യിലാണ് നമുക്ക് ഈ പോയിൻ്റ് ക്രോസ് ചെയ്യുന്നത്. ഇൻ കേസ് ഒരു വരയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു വര ചൂസ് ചെയ്യുക, അതിന് ഓപ്പോസിറ്റ് സ്ലോപ്പായിട്ട് പോകുന്ന വര. ഇങ്ങനെ ഇപ്പോൾ 2 വര ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ചൂസ് ചെയ്യരുത്, 2 വര ഓപ്പോസിറ്റ് സ്ലോപ്പായിരിക്കണം. അങ്ങനെ 2 വര ചൂസ് ചെയ്യുക, അത് 2 സെലക്ട് ചെയ്യുക. ഇവിടെ 1ഉം 3ഉം സെലക്ട് ചെയ്ത്, അപ്പോൾ 1ഉം 3ഉം എടുത്ത് ഇവിടെ എഴുതുക, ബാക്കിയുള്ള റോസെല്ലാം എലിമിനേറ്റ് ആയിപ്പോയി. എന്നിട്ട് ഇതിനെ മിക്സഡ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ പ്ലെയർ B1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയർ എക്ക് 1ഓ 2ഓ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്ലെയർ എ 1 ചൂസ് ചെയ്യുന്ന പ്രോബിലിറ്റി x1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്ലെയർ എ 2 ചൂസ് ചെയ്യുന്ന പ്രോബിലിറ്റി എന്തായിരിക്കും? ഇവിടെ 2 ഔട്ട്കം അല്ലേ ഉള്ളൂ. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ 1 - x1. അപ്പോൾ ഇതിൽ ഐഡിയ എന്ന് വെച്ചാൽ ഈ പ്ലെയർ B1 എന്ന സാധനം ചൂസ് ചെയ്താൽ പ്ലെയർ എക്ക് എത്ര പേ ഓഫ് ഉണ്ടാവും, അതാണ് നമ്മളിവിടെ ഇക്വേഷൻ ഉണ്ടാക്കി കാണിക്കുന്നത്. പ്ലെയർ B1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയർ എയിൽ നിന്ന് ഇത്രയും പൈസ നമ്മൾ കയ്യിൽ നിന്ന് പോവും, അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ആയിരിക്കും. അത് നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കണ്ടായിരുന്നു. ഈ മിക്സഡ് സ്ട്രാറ്റജിയുടെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവിടെ കണ്ടു. വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് വാല്യൂ എന്തുമായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്? വാല്യൂ എന്ന് പറയുന്നത് ഒരു ഗെയിം കളിക്കുമ്പോൾ ആ ഒരു ഗെയിമിലുണ്ടാകുന്ന പ്ലെയർ എയുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആയിട്ട് പ്ലെയർ എക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ്. ഇവിടെ മൈനസ് ആണെങ്കിൽ ലോസ്, പ്ലസ് ആണെങ്കിൽ പ്രോഫിറ്റ്. ഇവിടെ 2 രൂപ കിട്ടും, വാല്യൂ ഓഫ് ദി ഗെയിം, അതാണ് വാല്യൂ. ഇവിടുത്തെ വാല്യൂ എന്തായിരുന്നു?
ഇവിടെ നമ്മൾ 2 ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി പ്ലസ് -1 ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റിയാണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചപ്പോൾ എയിന് -1/4 ലോസ്, അത് മൈനസ് ആയതുകൊണ്ട് ലോസ് 1/4 ലോസായി. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പേ ഓഫ് എന്ന് പറയുമ്പോൾ എത്ര കയ്യിൽ നിന്ന് ഈ വാല്യൂ തന്നെയാണ് ഏകദേശം പേ ഓഫ്. വാല്യൂ എന്ന് പറയുന്നത് ഒറ്റ ഗെയിമിൽ എത്ര കിട്ടും, പേ ഓഫ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ കൂടെ നോക്കിയാലും പ്ലെയർ എയിൽ നിന്ന് എത്ര പോവും അല്ലെങ്കിൽ എത്ര കിട്ടും, അതാണ് വാല്യൂ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഒപ്റ്റിമൈസ്ഡ്. പേ ഓഫിന് ഒപ്റ്റിമൈസ്ഡ് അല്ല സാധാരണ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ പ്ലെയർ B1 ചൂസ് ചെയ്താൽ എയിൻ്റെ പേ ഓഫ് എത്ര, പ്രോബിലിറ്റി ഇൻറ്റു നമ്പർ രണ്ടും കൂടെ ആഡ് ചെയ്ത് ഒരു ഇക്വേഷൻ പോലെ ഉണ്ടാക്കും. അപ്പോൾ അതേപോലെ ഈ 5 എണ്ണത്തിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഇക്വേഷൻ പ്ലോട്ട് ചെയ്യും. അതായത് നമ്മളിവിടെ എക്സ് ആക്സിസിൽ പ്രോബിലിറ്റിയാണ് എടുക്കുന്നത്. എയിൻ്റെ എടുക്കുന്ന പ്രോബിലിറ്റി 0 to 1. വൈ ആക്സിസിൽ സ്ട്രാറ്റജീസാണ് എടുക്കുന്നത്. എ ചൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി, ഫസ്റ്റ് സ്ട്രാറ്റജി ഇവിടെ പ്ലോട്ട് ചെയ്യും. -5 to 8, 5 to -4 ഇവിടെ സെക്കൻഡ് സ്ട്രാറ്റജി പ്ലോട്ട് ചെയ്യും, പ്ലെയർ സ്ട്രാറ്റജി 2. മറ്റടുത്ത് പ്ലെയർ എയുടെ സ്ട്രാറ്റജി 1. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എ സ്ട്രാറ്റജി 1 സ്ട്രാറ്റജി 2 എടുക്കാനുള്ള പ്രോബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1/4 ആണ് പ്രോബിലിറ്റി എങ്കിൽ അപ്പോൾ പ്ലെയർ ബിയുടെ എന്താ ഈ ഒരു പ്ലെയർ ബി ഫസ്റ്റ് സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോൾ വരെയാണ് ഇത്. അപ്പോൾ അവിടെ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് താഴോട്ട് മീറ്റ് ഈ ഒരു പോയിൻറ്റ് ഇതാണ് പ്ലെയറെ ഈ ഒരു പ്രോബിലിറ്റിയിൽ ചൂസ് ചെയ്യുമ്പോൾ പ്ലെയറെ ഈ പ്രോബിലിറ്റിയിലും പ്ലെയർ ബി ഫസ്റ്റ് സ്ട്രാറ്റജി എടുക്കുമ്പോൾ പ്ലെയറേക്ക് ഉണ്ടാകുന്ന താഴോട്ടായതുകൊണ്ട് നഷ്ടം. ഇൻ കേസ് പ്ലെയർ എയുടെ പ്രോബിലിറ്റി ഇവിടെ ആയിരുന്നു വെച്ചോ, അപ്പോൾ 2 എടുക്കാനുള്ള ചാൻസ്, സെക്കൻഡ് സ്ട്രാറ്റജി എടുക്കാനുള്ള ചാൻസ് കൂടുതലാണെങ്കിൽ പ്ലെയർ ബി 1 തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ മുകളിലോട്ടാണ് ഗ്രാഫ് വന്നത്, ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഐഡിയ. അപ്പോൾ ഇവിടെ നേരത്തെ എടുത്ത പോലെ ഇവിടെ നമ്മൾ എയിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാക്സിമം കണ്ടുപിടിക്കണം. അപ്പോൾ എയിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ മാക്സിമം കണ്ടുപിടിക്കുമ്പോൾ ഏതാ മാക്സിമിനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും മിനിമം വാല്യൂസിൽ, കാരണം ബിക്ക് അറിയാം എ എന്താ എടുക്കുന്നത്, അപ്പോൾ ബിക്ക് മാക്സിമം പ്രോഫിറ്റ് ഉള്ളത് എടുക്കും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും താഴത്തെ ഗ്രാഫിലെ വാല്യൂസ് ആയിരിക്കും ബി എടുക്കുന്നത്. എന്നിട്ട് അതിൽ എക്ക് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാകും. അപ്പോൾ അതിൽ ഏറ്റവും വലിയ വാല്യൂ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കണ്ടുപിടിക്കുക, 2/2 ആക്കും, ഇത് സംഭവം സോൾവ് ചെയ്യും. ഇനി ഇൻ കേസ് നമുക്കിപ്പോൾ n/2 മെട്രിക്സ് ആണ്, അത് ഈ ഒരു മെട്രിക്സ് തിരിച്ച് ട്രാൻസ്പോസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്യാം. അവിടെ ഇതേപോലെ തന്നെ, പക്ഷേ ചെയ്യുമ്പോൾ പ്ലെയർ എയുടെ പോയിൻ്റ് ഓഫ് വ്യൂ അല്ല, പ്ലെയർ ബിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിന് ചെയ്യും. പ്ലെയർ ബിക്ക് പ്രോബിലിറ്റി ഇട്ട് കൊടുക്കും, പ്ലെയർ എക്ക് ചോയ്സസ് ഇട്ട് കൊടുക്കും. ഈ ഗ്രാഫ് വരയ്ക്കുന്നതെല്ലാം സെയിം സ്റ്റെപ്പ്. നമ്മളിവിടെ താഴത്തെ എടുക്കുന്ന പകരം അവിടെ റൈറ്റ് സൈഡിൽ എടുത്തിട്ട് ഇവിടെ വരയ്ക്കും, ലെഫ്റ്റ് സൈഡിൽ എടുത്തിട്ട് ഇവിടെ വരയ്ക്കും, രണ്ടും പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ മാക്സിമിൻ എടുത്ത്, കാരണം പ്ലെയർ എയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഉണ്ടാക്കാൻ പറ്റിയ മാക്സിമില്ല, പ്ലെയർ ബിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ മിനിമാക്സിലാണ്. മിനിമാക്സ് എന്ന് പറയുമ്പോൾ ആദ്യം മാക്സിമം, ഇവിടുത്തെ മാക്സിമം എടുക്കുക, ഈ ഒരു ഗ്രാഫിൽ ഈ ഒരു കർവ് എടുക്കുക, ഇത് ഷെയ്ഡ് ചെയ്യുക മുകളിലോട്ട്. അപ്പോൾ മാക്സ് കിട്ടി. ഇനി ആ മാക്സിൻ്റെ അകത്ത് ഏറ്റവും മിനിമം, അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും താഴെ ഉള്ളൊരു കോർണർ പോയിൻറ്റ്, എല്ലാ കോർണർ പോയിൻറ്റ് ഏറ്റവും താഴെ ഉള്ളൊരു കോർണർ പോയിൻറ്റ് സെലക്ട് ചെയ്യുക, ഇതാണ് മാക്സിമം. അപ്പോൾ ആ പോയിൻറ്റ് സെലക്ട് ചെയ്യുക, അതിലൂടെ പോകുന്ന ഈ 2 ലൈൻ, ആ 2 ലൈൻ സെലക്ട് ചെയ്യുക, ബാക്കിയുള്ള എലിമിനേറ്റ് ചെയ്യുക, അപ്പോൾ വാല്യൂ കിട്ടും.